2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ദേശീയ വിദ്യാഭ്യാസ നയം വന്നു. ആ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഒരുപാട് തർക്കങ്ങളാണ് കേരളത്തിലും തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും അതുപോലെ തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുമുള്ളത്. അങ്ങനെ തർക്കമുള്ളപ്പോഴും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ NEP-യുമായി കൈകോർത്ത് തന്നെയാണ് പോകുന്നത്. അതേസമയം തമിഴ്നാടുകാരൻ പറഞ്ഞു, ഒരു കാരണവശാലും നാഗപ്പൂർ അജണ്ട നടപ്പിലാക്കാൻ പറ്റില്ല, ഞങ്ങളുടെ വഴിയിലോട്ട് പഠിപ്പിച്ചോളാം കുട്ടികളെ. ബംഗാൾക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് NEP-യുടെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വിദ്യാഭ്യാസ രീതി തന്നെ മതി. കേരളം വേണമെന്ന് പറയും, വേണ്ട എന്ന് പറയും, വേണ്ടണമെന്ന് പറയും. കേരളത്തിന് അങ്ങനെ കൃത്യമായൊരു നിലപാടില്ല. പണം വേണം, പദ്ധതി വേണ്ട, പദ്ധതി വേണം, പണം വേണ്ട, നിങ്ങൾ തരൂ, ഞങ്ങൾ നടപ്പിലാക്കില്ല, ഇങ്ങനെ പല കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ ഞാൻ NEP-യിലെ ഒരു വിഷയം എടുക്കുന്നു, ബാക്കി വിഷയം അവിടെ നിൽക്കട്ടെ. ഈ ഒരു വിഷയത്തിൽ BJP-യും RSS-ഉം പുനർവിചിന്തനം നടത്തേണ്ട ഒരു വിഷയമാണ് ഞാൻ ഈ പറയുന്നത്. അത് മറ്റൊന്നുമല്ല, സിലബസിൽ അവർ കൈവെക്കുന്നുണ്ട്. NEP-യുടെ ഭാഗമായി സിലബസിൽ കൈവെക്കുന്നു. ഈ സിലബസിൽ ദേശീയത കുറച്ച് കൊണ്ടുവരണം എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ദേശീയത കൊണ്ടുവരണം, അതിനകത്ത് തർക്കമില്ല. പക്ഷെ ദേശീയത കൊണ്ടുവരുമ്പോൾ വിദേശത്തുള്ള കാര്യങ്ങൾ പഠിക്കരുത് എന്നുള്ള കാര്യം ശരിയല്ല. അണു സിദ്ധാന്തം പറയുമ്പോൾ കണാദിനെയും പഠിക്കട്ടെ, ശാസ്ത്രജ്ഞരെയും പഠിക്കട്ടെ. വിമാനമുണ്ടാക്കിയതാര്? റൈറ്റ് സഹോദരന്മാരാണ് സാങ്കേതികമായി വിമാനം പറപ്പിച്ചത്, തീർച്ചയായിട്ടും ആദ്യമായി. എന്നാൽ റൈറ്റ് സഹോദരന്മാർക്ക് വിമാനം പറപ്പിക്കുന്നതിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, ഇന്ത്യയിൽ പുഷ്പ വിമാനത്തിൻ്റെ കഥകളും വിമാനത്തിൽ പോയി ആക്രമിച്ച കഥകളൊക്കെ ഉണ്ട്. അത് കഥകളുടെ രൂപത്തിൽ കുട്ടികൾ അറിഞ്ഞിരുന്നാൽ എന്താ കുഴപ്പം? അപ്പോൾ അതാണ് ശരിയെന്ന് കുട്ടികൾ അറിയണമെന്ന് BJP ഭാഷ പിടിക്കേണ്ട. ഇതിന് മിണ്ടുകയേ വേണ്ട, ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. കുട്ടികൾ മറ്റതാണ് പഠിക്കേണ്ടതെന്ന് പറയേണ്ട കാര്യമില്ല. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ മുതിർന്ന ക്ലാസ്സുകളിലേക്ക് വരുന്തോറും ഇങ്ങനെ ഒരു ഐതിഹ്യം ഉണ്ടായിരുന്നു, അതുകൂടെ പഠിക്കട്ടെ. അതുകൊണ്ട് അവരിപ്പം ഉടനെ തന്നെ അവർ ഹിന്ദുത്വവാദികളാവോ? ശരി തെറ്റുകൾ, മാർക്സിസവും കമ്മ്യൂണിസവും ഗാന്ധിസവും എല്ലാം പഠിക്കട്ടെന്നേ. സകല പുസ്തകങ്ങളും കുട്ടികൾ വായിക്കട്ടെന്നേ. എന്നിട്ടല്ലേ ശരിയിലേക്കും തെറ്റിലേക്കും പോകേണ്ടത്. ഇത് 18 വയസ്സ് കഴിഞ്ഞ കുട്ടി, ഇവിടെ ഇന്ത്യയിൽ 18 വയസ്സ് കഴിഞ്ഞൊരു കുട്ടി കഴിഞ്ഞാൽ കുട്ടിക്ക് മതത്തിൽ വിശ്വസിക്കാം. ഹിന്ദു മതത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത്, മറ്റ് മുസ്ലിം മതം, ക്രിസ്ത്യൻ മതം, സെമറ്റിക് മതങ്ങളാണ്, അത് വേറൊരു കണ്ടീഷനാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു മതത്തിൽ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, ദൈവത്തിൽ ആരാധിക്കാതിരിക്കാം, തർക്കം ഉണ്ടാക്കാം, വഴക്കുണ്ടാക്കാം, യുക്തിവാദമാകാം, മുക്തിവാദമാകാം, എന്തുവേണോ ആകാം, അവിടെ വ്യക്തിവാദിയാകാം. അങ്ങനെ സ്വാതന്ത്ര്യമുള്ള സ്ഥലത്ത് കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉടനെ തന്നെ ഇപ്പം ഇവിടെ പുരാണങ്ങളിൽ ഇങ്ങനെ ഒരു പുഷ്പക വിമാനത്തെക്കുറിച്ച് ഇന്ന വാചകത്തിൽ ഇന്ന സ്ഥലത്ത് പറയുന്നു എന്ന് കുട്ടികൾ പഠിച്ച ഉടനെ അന്ധവിശ്വാസികളാവും. റൈറ്റ് സഹോദരന്മാരാണ് കണ്ടുപിടിച്ചത് മാത്രം പറഞ്ഞ കുട്ടികളെല്ലാം ശാസ്ത്രീയവാദികളാവും. അങ്ങനെയൊന്നുമല്ല. നമുക്ക് സത്യസന്ധമായി ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പഠിപ്പിക്കുക. ഗാന്ധിജിയെ കൊന്നു എന്നല്ല പഠിപ്പിക്കേണ്ടത്, ഗാന്ധിജി മരിച്ചു എന്നല്ല, ഗാന്ധിജിയെ കൊന്നതാണ് സത്യം. അപ്പോൾ ഗാന്ധിജിയെ കൊന്നതെന്ത്, അത് പഠിപ്പിക്കണം. അതുപോലെ ഓരോ വിഷയങ്ങൾ, വിദേശത്തുള്ളത് ഒന്നും പഠിപ്പിക്കേണ്ട, അല്ലെങ്കിൽ ഹിന്ദുത്വ അല്ലെങ്കിൽ RSS BJP ഇഷ്ടമല്ലാത്ത ഒന്നും പഠിപ്പിക്കേണ്ട, ബാക്കി ഇന്ത്യയിലെ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി എന്ന് പറയുന്നത് ശരിയല്ല. ആയുർവേദം പഠിക്കട്ടെ, അലോപ്പതിയും പഠിക്കട്ടെ, അതിൻ്റെ കാര്യങ്ങളും പഠിക്കട്ടെ, ഹോമിയോയും പഠിക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞത്, കുട്ടികൾക്ക് അറിവ് കൊടുക്കുമ്പോൾ അവർക്ക് വ്യത്യസ്തമായ അറിവുകൾ കൊടുക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. പക്ഷേ അങ്ങനെ വ്യത്യസ്തമായ അറിവ് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് കുട്ടികളാരും ഉടനെ തന്നെ അതിലേക്ക് പോകുന്ന പ്രശ്നവുമില്ല. ഇത് മതമൊന്നുമല്ലല്ലോ കുത്തിവെക്കുന്നത്, കുട്ടികൾക്ക് അറിവ് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് NEP-യുടെ സിലബസിൻ്റെ പുറത്ത് വളരെ കൃത്യമായി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൃത്യമായ വിശകലനം നടത്തേണ്ടതുണ്ട്.